മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजधनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യത്തിൽ തുടരുകയാണ്. അവിടെ ദേവിയെ വധിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ ആയിട്ട് സുംഭൻ അയച്ചതായിട്ടുള്ള ചണ്ടമുണ്ടന്മാരെത്തി. അവിടെ ദേവിയുടെ അവരെ കണ്ടപ്പോഴുള്ളതായിട്ടുള്ള കോപം കൊണ്ട് ദേവിയുടെ നെറ്റിയിൽ നിന്ന് ഫലത്തിൽ നിന്ന് കാളി ഉണ്ടായി. ആ കാളി ഇവർ കൊണ്ടുവന്നതായിട്ടുള്ള അസുരസേനയെ മുഴുവൻ നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ട ചണ്ടൻ നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു. ആ ചണ്ടനെ ദേവി തൻ്റെ അസി കൊണ്ട് വധിച്ചു, വാള് കൊണ്ട് വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞപ്പോൾ ആ ചണ്ടനും വധിച്ചു കഴിഞ്ഞപ്പോൾ മുണ്ടൻ എത്തി എന്നാണ്. അഥ മുണ്ടോഭ്യധാവൽത്തം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയൽ ഭൂമോ ഖട്വാംഗാഭിഹതം രുഷാ. അഥ അനന്തരം മുണ്ടഃ അഭ്യധാവൽ താം മുണ്ടഃ താം അഭ്യധാവത് മുണ്ടൻ താം അഭ്യധാവത് ആ ദേവി കാളിയുടെ നേരെ പാഞ്ഞെത്തി. അഭ്യധാവത് പാഞ്ഞെത്തി, ഓടിയെത്തി എന്നാണ്, നേരിട്ടെത്തി എന്നുള്ളതാണ്. നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു. മുണ്ടൻ ചണ്ടൻ വീണത് കണ്ടിട്ട്, ചണ്ടൻ മരിച്ചത് കണ്ടിട്ട്, ദേവിയാൽ വധിക്കപ്പെട്ടത് കണ്ട് നിപാതിതം ദേവിയാൽ നിപാതിതനായിട്ട് താഴെ വീഴ്ത്തപ്പെട്ടവനായി, അതേ വധിക്കപ്പെട്ടവനായി കണ്ടിട്ട്, ദൃഷ്ടുവ കണ്ടിട്ട്, മുണ്ടഃ താം അഭ്യധാവത് ആ മുണ്ടൻ നേരിട്ട് കാളിയുടെ നേരെ എത്തി എന്നാണ്. ഇനി തമഭി അപാതയത് ഭൂമൗ തമപ്യപാതയത് ഭൂമൗ തം അഭി അപാതയത് ഭൂമൗ തം അഭി അവനെയും, അതായത് മുണ്ടനെയും ഭൂമൗ അപാതയത് ഭൂമിയിൽ വീഴ്ത്തി, നിലത്ത് വീഴ്ത്തി എന്നുള്ളതാണ്. തമഭി അപാതയത് ഭൂമൗ തമഭി അവനെയും മുണ്ടനെയും കാളി നിലത്ത് പതിപ്പിച്ചു എന്നാണ്. എങ്ങനെയാണ്? ഖട്വാംഗ അഭിഹതം രുഷാ കോപത്തോടുകൂടി തൻ്റെ ഖട്വാംഗം എന്നുള്ളതായ ആയുധം കൊണ്ട് അഭിഹതനായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ട് വധിക്കപ്പെട്ടുകൊണ്ട് അവനെയും ഭൂമിയിൽ വധിച്ചു വീഴ്ത്തി എന്ന് കഥ. മുണ്ടനെയും ദേവി വധിച്ച്, ഈ കാളി ദേവി വധിച്ച് താഴത്ത് നിലത്തി വീണു, വധിക്കപ്പെട്ടു വീണു താഴത്ത് എന്നുള്ളതാണ്, ഭൂമിയിൽ വീണു എന്ന്. ഇനി ഹതശേഷം തതസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോഭേജേ ഭയാതുരം. ഇനി ഹതശേഷം തതസൈന്യം ദൃഷ്ട്വാ, ഹതശേഷം സൈന്യം, ഹതശേഷമായിട്ടുള്ള സൈന്യം കുറേ പേര് സൈന്യത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വളരെ കുറച്ച് പേര് ബാക്കിയുണ്ടായിരുന്നു. ഹതശേഷം ശേഷിച്ചിരുന്നതായിട്ടുള്ള, വധിക്കപ്പെട്ടതിന് ശേഷം ശേഷിച്ചിരുന്നതായിട്ടുള്ള ആ സൈന്യം, അസുര സൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം ദൃഷ്ട്വാ കണ്ടിട്ട്, നിപാതിതം ചണ്ഡം ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടതായ വധിക്കപ്പെട്ടതായ ചണ്ഡനെയും മുണ്ടം ച മുണ്ടനെയും കണ്ടിട്ട്, രണ്ടുപേരും വധിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഈ സൈന്യങ്ങളെല്ലാം സുമഹാവീര്യം മുണ്ടം, സുമഹാവീര്യനായിട്ട് അത്യന്തം വീര്യനായിട്ടുള്ള ചണ്ഡനെയും മുണ്ടനെയും വധിക്കപ്പെട്ടതായി കണ്ടപ്പോൾ ദിശഃ ഭേജേ ദിക്കുകളെ ഭജിച്ചു, അതായത് നാലുപാടും ഓടിപ്പോയി രക്ഷപ്പെടാനായിട്ട് എന്നുള്ളതാണ്. ആ സൈന്യങ്ങളൊക്കെ തൻ്റെ നായകന്മാരായിട്ടുള്ള ചണ്ഡമുണ്ടന്മാരെ വധിക്കപ്പെട്ടതായി കണ്ടപ്പോൾ ബാക്കി അവശേഷിച്ചിരുന്നതായിട്ടുള്ള ആ സൈന്യം നാല് ഭാഗത്തേക്കും ഓടിപ്പോയി. ദിശഃ ഭേജേ ദിക്കുകളെ ഭജിച്ചു എന്ന് പറയുമ്പോൾ നാല് ദിക്കിലേക്കും ഓടിപ്പോയി എന്നുള്ളതാണ്. ഭയാതുരം, എങ്ങനെയാണ്? ഭയാതുരമായിട്ട് പേടിച്ച് കഴിവില്ലാത്തവരായി, പേടിച്ച് വിറച്ചുകൊണ്ട് അവര് ആതുരന്മാരായി, ശക്തിയില്ലാത്തവരായിട്ട് അവർ നാലുപാടും ഓടിപ്പോയി എന്നാണ്. ഇനി ശിരശ്ചണ്ഡസ്യ സാ കാളി ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രമഭ്യേത്യ ചണ്ഡികം. കാളി സാ കാളി ആ കാളി ചണ്ഡസ്യ ശിരഃ ഗൃഹീത്വാ
ചണ്ടൻ്റെ ശിരസ് എടുത്തുകൊണ്ട്, അതായത് ചണ്ടനെ ശിരസ് വെട്ടി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ചണ്ടൻ്റെ ശിരസ് എടുത്തുകൊണ്ട് മുണ്ടം ച മുണ്ടമേവ ച മുണ്ടനെയും, ചണ്ടൻ്റെ ശിരസും മുണ്ടനെയും രണ്ടാളെയും എടുത്തു എന്നാണ്. ആ രണ്ടാളെയും എടുത്തുകൊണ്ട് രണ്ട് ദേഹവും എടുത്ത്, ചണ്ടൻ്റെ ശിരസ് മാത്രമേ പറഞ്ഞുള്ളൂ, മുണ്ടൻ്റെ ശരീരവും എടുത്തുകൊണ്ട് ഗൃഹീത്വ പ്രചണ്ഡ അട്ടഹാസമിശ്രം, പ്രചണ്ഡമായിട്ടുള്ള അതിഘോരമായിട്ടുള്ള അട്ടഹാസത്തോടു കൂടി മിശ്രം ചേർന്നുകൊണ്ട് അട്ടഹാസത്തോടു കൂടി ചണ്ഡികാം അഭ്യത്യ, ദേവിയായ ചണ്ഡികയെ സമീപിച്ചിട്ട്, അംബികാദേവിയെ സമീപിച്ചിട്ട് ചേത്യ വന്നിട്ട്, അഭ്യത്യ ചണ്ഡികയുടെ അടുത്ത് എത്തിയിട്ട് പ്രാഹ പറഞ്ഞു എന്നാണ്. അതായത് അവർ രണ്ടുപേരെയും വധിച്ചു കഴിഞ്ഞപ്പോൾ കാളി ഈ ചണ്ടൻ്റെ ശിരസും മുണ്ടനെയും കൊണ്ട് വഹിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് വന്നു. ദേവിയുടെ ഫാലത്തിൽ നിന്ന് ഉണ്ടായിട്ടാണല്ലോ യുദ്ധത്തിന് പോയതാ കാളി. അപ്പോൾ ദേവിയുടെ സമീപത്തേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തിരിച്ചെത്തിയിട്ട് ആഹാ പറഞ്ഞു, ദേവിയോട് അംബികാദേവിയോട് പറഞ്ഞു എന്നാണ്. ഇനി എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് അടുത്തത്. മയാതപാത്രോപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം സുംഭം ച ഹനിഷ്യസി. ഇനി മയാ ഞാൻ, എന്നാൽ, തവ അത്ര ഉപഹൃതവും ഞാൻ ഇവിടെ ഭവതിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഉപഹൃതവും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? പശു, മഹാപശു, വിശിഷ്ടരായിട്ട് രണ്ട് പശുക്കളെ, യാഗപശുക്കളെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ്. എന്താണ് ആ യാഗപശുക്കൾക്ക് വിശേഷം? യാഗപശുക്കൾ ഈ ചണ്ടനും മുണ്ടനുമാണ് യാഗപശുക്കൾ എന്നാണ്. എവിടെയാണ് ഈ യാഗപശുക്കൾ ഉള്ളത്? യാഗം എന്താണ് എന്ന് വെച്ചാൽ യുദ്ധയജ്ഞേ, യുദ്ധമാകുന്ന ആ യജ്ഞത്തിൽ, അവിടെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് യുദ്ധം എന്നുള്ളതാണ്. അവരോടുള്ള യുദ്ധം ചെയ്തത് ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിൽ പശുക്കള് ആരായിരുന്നു? യാഗപശുക്കള് ഈ ചണ്ടനും മുണ്ടനും ആണ്. ആ യാഗപശുക്കളായിട്ടുള്ള ചണ്ടനെയും മുണ്ടനെയും കൊണ്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മയാ തവ അത്ര ഉപാഹൃതവും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, അങ്ങയ്ക്ക് ഉപഹാരമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ചണ്ടമുണ്ടവും മഹാപശു, ഈ ചണ്ടമുണ്ടന്മാരാകുന്ന രണ്ട് മഹാപശുക്കളെ, വലിയതായിട്ടുള്ള യാഗപശുക്കളെ, യജ്ഞത്തിലെ പശുക്കളായിട്ടുള്ള ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുന്നു. ഏതാണ് ആ യജ്ഞം എന്ന് വെച്ചാൽ യുദ്ധയജ്ഞേ, ഈ യുദ്ധമാകുന്ന യജ്ഞത്തിൽ പശുക്കളാകുന്ന ഈ ചണ്ടമുണ്ടന്മാരെ ഞാനിവിടെ സമർപ്പിക്കുന്നു എന്നാണ്. സ്വയം സുംഭം നിസുംഭം ചഹനിഷ്യസി. ഇനി രണ്ടുപേരെയും കൂടിയും കൊല്ലാണ്ട്. ആരെയാണ്? സുംഭ നിസുംഭന്മാര് എന്നുള്ളതായിട്ടുള്ള സുംഭനെയും നിസുംഭനെയും കൂടി വധിക്കണം. അവരെ ദേവി സ്വയം വധിക്കും എന്നാണ്. സുംഭ നിസുംഭന്മാരെ സ്വയം ഹനിഷ്യസി. ഭവതി ദേവി സ്വയം തന്നെത്താൻ അവരെ വധിച്ചോളും. ഇവരെ വധിക്കലിപ്പോൾ ഞാൻ കഴിഞ്ഞു, ചണ്ടമുണ്ടന്മാരെ വധിച്ചു കഴിഞ്ഞു. ഇനി മുസംഭന്മാരെ ദേവി തന്നെ വധിക്കും എന്നാണ് പറഞ്ഞത്. ഇനി താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണീ ലളിതം ചണ്ഡികാവച. ഇനി താവാനീതൗ തതോ ദൃഷ്ട്വാ തതഃ അനന്തരം തൗ ആനീതൗ ദൃഷ്ട്വാ, താവാനീതൗ പദം മുറിക്കുമ്പോൾ തൗ ആനീതൗ ദൃഷ്ട്വാ അവരെ കൊണ്ടുവന്നതായിട്ട് കണ്ടിട്ട്, അതായത് നിഹതന്മാരായിട്ടുള്ള ഈ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നതായിട്ട്, തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നതായി കണ്ടിട്ട്, ദൃഷ്ടുവാ കണ്ടിട്ട്, ചണ്ടമുണ്ടവും മഹാസുരവും മഹാസുരന്മാരായിട്ടുള്ള ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നതായിട്ട് തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് കണ്ടിട്ട്, ഉവാച കാളീം കാളിയോട് പറഞ്ഞു, കാളീദേവിയോട് പറഞ്ഞു. ആര്? കല്യാണി ചണ്ഡിക, കല്യാണിയായിട്ടുള്ള ചണ്ഡിക, കല്യാണീച്ച കല്യാണ സ്വരൂപമായിട്ടുള്ള ചണ്ഡികാദേവി കാളിയോട് ഇപ്രകാരം പറഞ്ഞു. ലളിതം, വളരെ മനോഹരമായിട്ട് ലളിതമായിട്ട് ചണ്ഡികയോട്, കാളിയോട് ചണ്ഡികാദേവി പറഞ്ഞു എന്നാണ്. ചണ്ഡികാദേവി എന്ന് പറഞ്ഞാൽ അംബികാദേവിയെ തന്നെ പറയണത്, ഭഗവതിയെ തന്നെയാണ് പറയണത്. ആ ഭഗവതി കാളീദേവിയോട് തൻ്റെ ഫലത്തിൽ നിന്ന് ഉണ്ടായതായ നെറ്റിയിൽ നിന്നുണ്ടായതാണ് കാളീദേവി എന്നാണ്, കാളി എന്നുള്ളതാണ്. ആ കാളിയോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.